6 മണിക്കൂർ സീറോ ഡിന്നേഴ്സ്. അല്ലെ ഒരു ഡിന്നർ അടിച്ച പിന്നെ അങ്ങോട്ടങ്ങ് ഡിന്നറാ. അതാണ് ആ ഡിന്നർ കിട്ടണം. പക്ഷെ ജീസസ് ലൈവിലുള്ളവരുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം. ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടി നടന്ന ഒരു സ്ട്രീമാണ്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ, RP കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു പുള്ളി ഈ ഇടയ്ക്ക് ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പോൾ പുള്ളിയുടെ കുറെ സേവിങ്സ് ഒക്കെ ഒരു സെർവറിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഫാമിലിയൊക്കെ കുറച്ച് കഷ്ടത്തിലും കാര്യത്തിലൊക്കെയാണ്. അപ്പം നമുക്ക് ഈ ചലഞ്ച് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ കണ്ണാപ്പിയും ബോബോയും വെച്ച് 10 ഡിന്നർ അടിച്ചാൽ നമുക്ക് 80,000 രൂപ അടുപ്പിച്ച് തരൂ. നോട്ട് മീ എന്ന് പറയുന്ന ബ്രോ നമ്മുടെ ചാറ്റിലുള്ള. അപ്പോൾ പുള്ളി ആദ്യം 50,000 രൂപ എനിക്കും പിന്നെ അതിനകത്തുനിന്ന് ഒരു 10,000 രൂപ എക്സ്ട്രാ തരാമെന്ന് പറഞ്ഞിട്ട് അത് ചാരിറ്റിക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തേക്കുന്ന ഫുൾ എമൗണ്ട് അവരുടെ ഫാമിലിക്ക് വേണ്ടി കൊടുക്കുക. അതിനകത്തുനിന്ന് എൻ്റെ കയ്യിൽ നിന്ന് കൂടെ പൈസ ഇട്ട് ഞാനൊരു 1 ലക്ഷം, ആ ഒരു റേഞ്ച് 1 ലക്ഷത്തിന് മുകളിൽ ഒരു എമൗണ്ട് ആയിട്ട് നമ്മൾ അവരുടെ ഫാമിലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രീം ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കും. സക്കീറിൻ്റെ അമ്മയാണ് എൻ്റെ അടുത്ത് ഇത് ഇൻഫോം ചെയ്യുന്നത്. അപ്പോൾ സക്കീറിൻ്റെ അമ്മയും കൂടെ കൂട്ടി ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഇത് കൊടുക്കും. സോ ആ ഒരു ഇനിഷ്യേറ്റീവിന് വേണ്ടിയിട്ടാണ് ഇത് സ്ട്രീം ചെയ്യുന്നത്. നിങ്ങളങ്ങനെ പബ്ലിക് ഫണ്ട് ഒന്നും നിങ്ങൾ അയക്കേണ്ട. നമ്മളങ്ങനെ പബ്ലിക് ഫണ്ട് കളക്ഷൻ ചെയ്യുന്നില്ല. പബ്ലിക് ഫണ്ട് കളക്ഷൻ ചെയ്യുന്നില്ല. എനിക്ക് ചലഞ്ചിന് സ്ട്രീം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പൈസ എന്താണോ അത് ഞാൻ കൊടുത്തോളാം. നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ കളക്ട് ചെയ്ത് കൊടുക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രീം ചെയ്യുന്നത്. സോ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ ലൈവ് കണ്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇവിടെ ഫുൾ ടൈം ലൈവിലൊന്നും ഇരിക്കണ്ട. അപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അത് പുള്ളിയുടെ വീട്ടിൽ അത് എത്തിക്കും. അത് ഞാൻ ഉറപ്പ് കൊടുത്തതാണ് അമ്മയ്ക്ക്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ കുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ ലൈവ്. എനിക്ക് അറിഞ്ഞുവിടാ, അമ്മയോട് ചോദിക്കണമല്ല. സക്കീറിന്റെ അമ്മയ്ക്കേ എല്ലാം അറിയത്തുള്ളൂ. പറയലേ കില്ലുവ നല്ല ടീം വെച്ചിട്ട് 27 മണിക്കൂറിൽ 10 കളിക്കാം. അപ്പൊ നീ സ്കോഡ് വെച്ച് നീ ഇതൊക്കെ പ്രതീക്ഷിക്കണം. മനസ്സിലായോ? മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്യണം. നീ സീനിലടാ നോക്കാളിയാ. നീ മൈൻഡ് സെറ്റ് ചെയ്തൊക്കെ അങ്ങനെ. അഥവാ ഞാൻ ഇത് അടിച്ചില്ലെങ്കിലും ഞങ്ങളെല്ലാരും സ്ലീപ്പിംഗ് സ്ട്രീം കൂടെ ചെയ്യും. 24 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളൊരു 30 മണിക്കൂറൊക്കെ ആകുമ്പോ നമ്മൾ തളരുവാണെങ്കിൽ സ്ലീപ്പിംഗ് സ്ട്രീം ഇടാം. എല്ലാരും ഒരുമിച്ച് ഫേസ് ക്യാം ഇട്ട് ഉറങ്ങുന്നു. പക്ഷേ വില്ലന്റെ നിന്റെയും കൂടെ ഇത് ലൈവൊക്കെ കാണുന്ന നീ എന്തെങ്കിലും അറിയാതെയാണല്ലേ? ഓക്കെ, അറിഞ്ഞില്ല. നീ എന്തൊക്കെയാണ് പറയണേ? പെട്ടെന്ന് പറഞ്ഞോട്ടാ, ചേച്ചി ലൈവ് ആണെന്നുണ്ട് പറയല്ലേ. ആരോടും പറയരുതെന്ന് സീക്രട്ട് ആക്കണമെന്ന്. ചേച്ചി മലയാളം സുപ്രിയ ചേച്ചി ഈകള് വില്ലൻ തണ്ടുക്കൂ തിണ്ടുക്കൂ അതൊക്കെ പറയാം. അവന് കാല് വയ്യ, അവന് ചാറ്റ് ചെയ്തേ. ഇല്ല, ഞാൻ 2 പേർക്ക് ഓരോ ചലഞ്ച് കൊടുത്തിട്ടുണ്ട്. കണ്ണാപ്പി അല്ലെ ബോബോയ് ആരാണോ ഇതിനകത്ത് കൂടുതൽ കില്ലെടുക്കുന്ന അവരുടെ പീസിലെ ഗ്രാഫിക്സ് കാർഡ് അങ്ങ് മാറ്റി കൊടുക്കും. എടാ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നൈറ്റ് ആകുമ്പോൾ വാസോണന് അമ്മക്കുട്ടി ആകുമോ? നിന്റെ മോളെ കൂടുതൽ കില്ലടിക്കുന്നവർക്ക് കുഞ്ഞ് ആർക്കാണേലും മാറ്റി കൊടുത്താലും അവരുടെ പഴയ കാർഡ് ഞാൻ മേടിക്കുവേ. ആർക്ക് മാറ്റി കൊടുത്താലും ആരാണ് അടിക്കുന്നാലും അവരുടെ പഴയ കാർഡ് ഞാൻ മേടിച്ച് ഏതെങ്കിലും ഒരു പാവങ്ങൾക്ക് കൊടുക്കും. ഇല്ല, കോച്ചിന് ഇന്ന് ചലഞ്ചില്ല. ഇവന്മാരെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. കോച്ചിന് അറിയാലോ എന്റെ അവസ്ഥ. ഇനി കോച്ച് ചൊട്ടപ്പിള്ളേരെ പോലെ കോച്ച് കളിക്കുമ്പോ കോച്ച് പിണങ്ങും. പ്ലസ് ഡിന്നർ ആണെങ്കിൽ $50 പ്ലസ് $50 സൂപ്പർ ചാറ്റ്. ഒള്ളി ഡിന്നർ ആണെങ്കിൽ $50. 4 പേര് അലൈവ് ആണെങ്കിൽ $100. അതായത് ഒരു മാസത്തെ യൂട്യൂബ് സാലറിയുടെ മിനിമം സാലറി ലിമിറ്റ്. എന്റെ പൊന്നോ, 8,000 രൂപ നാട്ടിലെ. നമുക്ക് മറ്റേ ഇതെല്ലാം കട്ടെല്ലാം കഴിഞ്ഞിട്ട് ഒരു 6,000 രൂപ കിട്ടത്തില്ലടാ.
അഞ്ച് മുന്നൂറ് എന്തോ കിട്ടുള്ളൂ. അല്ല ആ 300 പിടിക്കണം. 5 കിട്ടും. 40% അല്ലേ? എന്നാ പിന്നെ യൂട്യൂബിനോട് അത് നോക്കണ്ട ഇനിയിപ്പോ. ഇല്ല അതെന്തായാലും കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇപ്പൊ എടാ ഇപ്പൊ നമ്മൾ എക്സാമ്പിള് ഇതിപ്പോ എങ്ങനെയാണെന്ന് അറിയാവോ? ഞാൻ ഒരു ഓണം മെമ്പർ എടുത്തേക്കുവാ. അടിക്കുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കും, പക്ഷെ എനിക്ക് അടിക്കത്തില്ല ലാസ്റ്റ്. അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്ന കണ്ണാപ്പി. നീയും ബോബോയും ഈ ലോബിയിൽ ഉള്ളത് കൊണ്ട്. ഇപ്പൊ റിബലും ഞാനും ഗോകുവും കോച്ചും ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇത് ഉറപ്പിച്ചേനെ. മനസ്സിലായ? എന്തൊക്കെ നടന്നാലും കണ്ണാപ്പി നീ ഉമ്പനെ പോലെ പോയി ചാവുമല്ലോ. അപ്പൊ $50 കട്ടായി. മനസ്സിലായ? നിന്നെ കൂടെ കുട്ടിയാണ് നീ ചിറ്റോണ്ടിക്കല്ല. നിന്നെ ഒന്നും പറയാത്തോണ്ട് നീ മറ്റേ ഷൊട്ടക്കളി കളിക്കുന്നുണ്ട്. നിന്നെ പറയാത്തോണ്ടാണ്. ഞാൻ കാണുന്നുണ്ട് കണ്ണാപ്പിനായിട്ട് നോക്കുമ്പോ നീ ക്യാമ്പിരുന്ന് ചിരിക്കണത്. നിന്റെ കളി എവിടെ ലൈവ് ഇട്ട് കളിച്ചാൽ ചിരിക്കാനുള്ള വകയാട്ടോ. ജംബോ സർക്കാരാ നീ കണ്ണാപ്പി മിനിമം അവനേക്കാൾ മുന്നിലെത്തിയിട്ട് വേണം അവനെ കളിയാക്കാൻ. 2 കില്ലായിട്ട് ഊമ്പിരിക്കുന്ന നിനക്ക് അവനെ കളിയാക്കാനുള്ള യോഗ്യതയില്ല. മിനിമം അവനേക്കാൾ കില്ലെടുത്ത് മുമ്പിൽ വന്നിട്ട് വേണം താളം അടിക്കാൻ. ഓക്കെ, നമ്മൾ അടിക്കും, നീ അടിക്കട്ടോ. വയ്യാണ്ടിരിക്കുന്നോണ്ടല്ലേ ഞാൻ ഇപ്പഴേ ക്യാമറ്റാണ്. എടാ മോഡ്സ് ആരെങ്കിലും ഒരാള് നമ്മൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഇടക്കിടക്ക് ഒരു പാരഗ്രാഫ് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാവുന്ന ഏതെങ്കിലും ഒരുത്തൻ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് മോഡ്സ് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് വൃത്തിയായിട്ട് ഇടക്കിടയ്ക്ക് ഒന്ന് സ്പാം ചെയ്യും. ഇടക്കിടയ്ക്ക് ഒന്ന് മോഡറേറ്റേഴ്സ് ഒന്ന് ഇട്. ഒരു ലോങ് മെസ്സേജ് ഞാൻ പിന്നും ചെയ്ത് വെക്കാം. ഇടക്കിടയ്ക്ക് ഒന്ന് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്താൽ മതി. ഈ കളി എല്ലാരും ഡിന്നർ അടിച്ച ആളിയാ. ജീവിത സെറ്റ്. കാർ വരുത് ബോസ്. ഫസ്റ്റ് എടുത്തോ പോയി. നേരെ കോച്ചിന്റെ ആംഗിളിലും കുത്തിക്കട ചാടി ഇറങ്ങുന്നിട്ട് ഒറ്റയടിക്ക് വണ്ടി മേലെ ആളുണ്ട്, ടീമുണ്ട്. നീ ഇവിടെ പോയി തോന്നുന്നില്ലടാ നിനക്ക്? എനിക്ക് ബോബോ എങ്ങനെയാ കേറിയതിനകത്ത്? ഈകളെ നിന്റെ വീട്ടില് ആളില്ല, അവിടെ തന്നെ ഒന്ന് അറിയും. കോച്ച് ഞാൻ അങ്ങോട്ടൊന്ന് വരുവാണ്, എന്നെ ഒന്ന് നോക്കിക്കോണേ. ഇല്ല നിന്റെ വീട്ടിൽ ആളില്ല. നമ്മുടെ മോളിലുണ്ട് കോച്ച്. ഇതാ ഇവിടെ ആളുണ്ട്. ഇതാ അവിടെ മലയുടെ മേലെ ആളുണ്ട്. അയ്യോയോ ഈ വണ്ടി 1 HP. അതേ വണ്ടി എടുക്കപ്പോ കണ്ണാ തിരിച്ചു പോ. വണ്ടി ഇടറാ. വണ്ടി 1 HP. ഒന്നും ചെയ്യാല. സ്മോക്ക് ലേറ്റ് ആയിട്ടാ വീണേ. കണ്ണാപ്പി ഹീലടിച്ച് പോടാ. അതാ എന്റെ കിറ്റ് വിട്ടിട്ട് എടുത്തിട്ട് ഓട്. കണ്ണാപ്പി വീണോ? അവൻ നോക്കടാ, സോണി പോണ്ടാ. അവൻ ചത്താ മതി. അവന് കില്ലെടുത്ത് ചത്താ മതി. അവന് സോണി പോടാ. വണ്ടി എടുക്കാൻ നമ്മളെ കൊന്നോന്റെ പേരെന്താ? 1 HP. അയ്യോ ബുള്ളറ്റ് വരാനുള്ള അവിടെ ഇറങ്ങി. ഓ നൈസ് കോച്ച്.
ഇത് കണ്ടോ കൊച്ചു തൊട്ടടുത്ത് റൈറ്റ് നൈസ് കോച്ച്. ഇവിടെ മേലെ വേറെ ആള് இருக்கான். കോച്ച് റൈറ്റിലെ മലയുടെ അവിടെ ആളെ അവിടുന്ന് രണ്ടുപേരും ഇറങ്ങി വരുന്നേ കണ്ടല്ലോ. 3 പേരുണ്ട്. ഇവന്മാര് ഫൈറ്റ് ചെയ്യട്ടത്. ഏ ഇവന്മാര് அவன் எப்படிடா நாக் ஆகல? കോച്ച് ഇവന്മാരെ പണണം. അവന്മാര് വണ്ടി 3 പേഴ്സൺ. കൊച്ചിനെ കണ്ട് ലെഫ്റ്റിലുള്ള കണ്ട്. இல்ல நினைக்கிறேன். அவன் ஜஸ்ட் செக் தான் பண்ண. അവൻ സോൺ ഔട്ട് ചെയ്ത് ഇപ്പോഴും ഒരുത്തനടിക്കുന്നു. ടെൻഷൻ. அவன் ஹார்ட் பிக் பண்ணியிருக்கான். ഒരുത്തൻ ചത്ത്, മറ്റവൻ ചത്ത്, സോൺ ഔട്ടുള്ള ചത്ത്. കോച്ച് 4v 3v1 അല്ല 4v2 3v 3v1 3v 3v1 3v 3v1 రా. 3v 3v1. അവന്മാർ 2 ഫൈറ്റ് ചെയ്യണം, ഒരുത്തൻ മാത്രം ജീവിച്ചിരിക്കണം. വൺ നോക്ക് 13 1 നോക്ക് 13 2 നോക്ക് 9 1 നോക്ക് 13 ഒരാള്. നൈസ് കോച്ച്. ഓക്കെ അവനോടുള്ളു. അല്ലല്ല സ്റ്റിൽ നോക്ക് 3 9 1v3 അല്ലല്ല നോക്കണം. വൺ വി വൺ. No, he's in front of him. ഏതാ കോച്ച് ഫസ്റ്റ് ചിക്കൻ ജപ്പാൻ പ്ലെയർ ഒറിജിനൽ 916 ജപ്പാൻ പ്ലെയർ. എന്റെ പൊന്നോ ഹായ് ജപ്പാൻ പ്ലെയർ ഒറിജിനൽ 916 ജപ്പാൻ പ്ലെയർ. എന്റെ പൊന്നോ എന്റെ പൊന്നോ കോച്ച് അത് എന്തൊരു കളിയത്. എന്തൊരു കളി കളിച്ചു കോച്ച് നിങ്ങള്. ബൂസ്റ്റായി ടീം. എന്റെ எத்தனை പൊന്നോ ரூபா சொன்ன? உன்னோட 1 month salary இல்ல. This is for the boy, that boy. അത്ര ഉള്ളൂ. എന്റെ പൊന്നെ താങ്ക് യു സോ മച്ച് കോച്ച്. 10,000 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? നീ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഞാൻ എല്ലാത്തിനും ഞാൻ ഇവിടെ നിന്റെ കാൽക്കുലേറ്റർ ആയിട്ട് ഞാൻ ഇവിടെ നിൽക്കാം. നീ കണക്ക് പറ ഓരോന്ന്. ഞാൻ ലൈവിന്റെ ഇടയ്ക്ക് ഫോൺ എടുത്ത് കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി ഡിവൈഡ് ചെയ്ത് എടാ 10,000 ഡിവൈഡ് ബൈ 24 നോക്കടാ. 417 ദിവസം കണ്ടിന്യൂസ് കൂട്ടിയ മോർ ദാൻ 1 വർഷം കണ്ടിന്യൂസ് ഇരുന്ന് കളിച്ച ആ എക്സ്പീരിയൻസ് ഉണ്ട് കോച്ചിന്. കോച്ച് പറ. I love you. Love you more. ഇനി മിസ്റ്റർ ജർമ്മൻ പെർക്കിൽ AD 10 ജർമ്മന് 10 AD വെച്ച്. നമ്മൾ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാം. അപ്പൊ ആ പൈസ ഇല്ല, അത് മറന്നേക്ക്. വേറെ ചലഞ്ച് ആ പൈസ കൂട്ടണ്ട, അത് കൂട്ടണ്ട. അതില്ല. അത് മറ്റേ ഓണം ടൂർണമെന്റ് കളിക്കാൻ പോണം. ഞാൻ കഴിഞ്ഞാളി അതാ കളിച്ചേ ആണ കണ്ണ്. എന്നിട്ട് 0 ഡാമേജ് അല്ലേ? അതാ പറഞ്ഞു. അല്ല അതിനു മുമ്പ് വാണ കണ്ണല്ലാതെ നല്ല കണ്ണ് എടുത്തിട്ട് 0 ഡാമേജ് അല്ലേ? വാണ കണ്ണല്ലടാ, വാണക്കളി. മനസ്സിലായ?
അണ്ണ ഈ ചിരിക്കുന്ന കുണ്ണയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം അവന് ചിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നീ അവനേക്കാളും കില്ലെടുക്കുന്നവരെ അവന് ചിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ആ ഓക്കെ നീ ചിരിക്കടാ ബോബോയ്, നീ ധൈര്യമായിട്ട് ചിരിക്ക. മാത്രമുള്ള നീ ചിരിയടാ മോനെ. ഞാൻ ഈ കളി ബെറലെടുക്കുന്നില്ല, ഞാൻ ഏക്കയും കളിക്കുക. നീ ചിരിക്കടാ. ഞാൻ എടുക്കണ നമ്മള് എടുത്താ കിട്ടുന്നില്ല അണ്ണ ഒന്നും അങ്ങോട്ട്. എന്റെ ടോട്ടൽ കിൽസ് എത്രയാണ്? എന്റെ ടോട്ടൽ കിൽസ് 424 അല്ലേ? ഉടനെ കണ്ണ് മാറ്റിയതില്ല ബ്രോ. എനിക്ക് 7 പോയിന്റ് കണ്ണ് കാണുമ്പോ അങ്ങനെയാണ്. ആർക്കെങ്കിലും കേരള വിഷൻ ഇഷ്യൂ ഉണ്ടോ? പോയിട്ട് കുറെ നേരം വരുന്നില്ല. എടാ റിബലെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഡ്രോപ്ഡ് ഫ്രെയിംസ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചോണ്ടിരിക്കുക. ഹായ് ഹായ് ഈ വട്ടം ഇത് ഞാൻ കീപ്പ് ചെയ്യേ. ഗൈസ് ഇനി ഞാൻ ഇവരെ ഒന്നും പറയത്തില്ല കേട്ടാ. ദയവ് ചെയ്ത് നിങ്ങൾ ചാറ്റിൽ ട്രിഗർ ചെയ്യരുത്. ഇനി ഞാൻ ഇവരെ ഒന്നും പറയത്തില്ല. ഞാൻ ഇച്ചിരി റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യണേ അല്ലേ? അതെ അല്ലല്ല, ഞാൻ ചാറ്റില് ചോദിക്കുന്നത് ബോബോയ് മോനെ. ചാറ്റില് സോറി ഞാൻ ഇച്ചിരി റൂഡാണല്ലേ ഇവരുടെ അടുത്ത്? കുറച്ച് കാമായിട്ട് സംസാരിക്കാൻ. 12 മണിയാകുമ്പോ ഉറങ്ങണം. ഞാൻ 11-ന് പോടാ. എനിക്ക് നേരത്തെ രാവിലെ ജിമ്മുള്ളതാണ്. ആ പഴം നാടാ. എന്നാ ഈ മാച്ച് കഴിഞ്ഞ് നീ ഇറങ്ങും. നീ ഒന്ന് കളിക്കണ്ട. നീ ഒന്നും സ്നേഹം കൊടുക്കാൻ പറ്റിയ വാണങ്ങള്. தேடி வாங்குவீங்களா? எனக்கு புரியல. Congratulations coach for 50k 55k in YT. Denny Davis bro, thank you so much for the 2 pound. Coach 55k coach. Thank you Denny bro. അത് നമ്മ മോർണിംഗ് ആയി. Thank you bro. Thank you. നമ്മളിപ്പോ Denny bro കുഴഞ്ഞൊക്കെ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണ? എന്താടാ സ്ട്രീമിൽ കുഴഞ്ഞൊക്കെ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കണ്ണാപ്പി, നീ സ്ട്രീമിൽ കുഴഞ്ഞു വീണ ഞാൻ ഇവിടുന്ന് ലൈവ് നിർത്തി നിന്റെ വീട്ടിൽ വരും. എന്നിട്ട് അവിടെ വെള്ളം തെളിച്ച് നിനക്ക് ബോധം വരുമ്പോ നിന്റെ ചെവിക്കല്ല് തീർത്തു തരും. മനസ്സിലായോ? ഡിപ്രൂ ബ്രോ താങ്ക് യു സോ മച്ച് 3.6. എടാ എനിക്കൊരു സ്നൈപ്പർ താടാറില്ല. ബോബോയുടെ ഉണ്ടെന്ന് എനിക്കറിയാം. ബോബോയ് താ M24 ഇതായിരിക്കും മോനെ. ബോബോയ് നിനക്ക് അത്ര സ്നേഹമുള്ള എന്റെ അടുത്ത് തന്നല്ലോ. ബ്രോ താങ്ക് യു സോ മച്ച് 1 pound. സ്ട്രീം. എടാ ബോബോയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. അണ്ണ മാത്രം എന്റെ കൂടെ വാ. എന്റെ കൂടെ വാ. Mr. German, can you please sit inside? കണ്ണാപ്പി സെത്തടാ. സത്തവൻ നോട്ട് മീ ബ്രോ 2000 rupees super chat. This is for coach എന്ന് പറഞ്ഞിട്ട്. അയ്യോ thank you bro. Thank you so much. யாரோ ரீகால் வேற பண்ணிருக்கான்டா. ஏறுடா டேய். இவன் வேணும்ட்டே பண்றான்டா இவன். നമുക്ക് വണ്ടി എടുക്കാം. அவன செத்தாலும் பரவாயில்லை விட்டு வர. ஓகே എടാ കണ്ണാപ്പി. ഹലോ എടാ கண்ணாப்பி வேணும்ட்டே பெட்ல படுத்து தூங்குறானா. அப்படி இது பண்ணிருக்கான். ഇവിടെ ഇത് കിടക്കണേ അണ്ണാ. ഇവൻ കാണിക്കണ കണ്ടോ ഗൈസ്? സീരിയസ് ആയിട്ട് ഇത്ര എഫേർട്ട് ഇട്ട് ഇവിടെ അണ്ണാ ഞാൻ കണ്ണാപ്പി സീരിയസ് ആയിട്ട് നീ മാത്രം ശോകം. ഞാനെന്തോ അണ്ണ എടാ അത് കോച്ചാ. അണ്ണാ ഇതൊക്കെ അല്ലേ അണ്ണാ ശോകമാണ? കോച്ചിന്റെ ഒരു നോക്ക് ക്രൂഷ്യൽ നോക്കല്ലേ? என்ன சொல்றது? സോറി കോച്ച്. ஈகிள் அழுதுகிட்டே சிரிக்கிறான்டா. அவன் மூஞ்ச பாக்குற. Eagle, we have to leave. എന്തേലും എടുക്കട്ടെ. ഓ എങ്ങോട്ടാ? അഭിലാസ്
കണ്ണ മാറ ഞാനല്ലേ ഇത് എന്റെ വാതലല്ലേ. டேய் வாடா ஜோன் அடிக்கணும் வாங்கடா. പറ്റണില്ല, എനിക്ക് പറ്റണില്ല വൈര്. കോച്ചിനെ വെച്ചങ്ങ് അടിച്ചു കേട്ടാ. ഞാൻ ഒരു കാര്യം ചോദിക്കാം കണ്ണാപ്പി, സീരിയസ് ആയിട്ട് ഞാൻ പറയുവാ, നമ്മൾ ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് കളിക്കുമ്പോ നീ എന്തിനാണ് ഇങ്ങനെ പോണേ കണ്ണാപ്പി? ഞാൻ എങ്ങും പോയില്ലണ്ണാ. നീ പിന്നെ അച്ഛന്റെ കൊട്ട പിടിക്കാൻ പോയതാണോടാ പന്നപ്പുണ്ടേ? പോവാ ഞാൻ എന്റെ ബോധം പോയി ഞാൻ അണ്ണൻ വരുമെന്ന് നോക്കാൻ ടെസ്റ്റ് ചെയ്തണ്ണ. എടാ കണ്ണാപ്പി ഇങ്ങനെ ചെയ്യല്ലടാ, ഇങ്ങനെ ചെയ്യല്ലടാ ഇനി ചെയ്ത ഗൈസ്. ഇവൻ മാത്രമാ ടീമിൽ ഇങ്ങനെ കാണിക്കുന്ന ഗൈസ്, ഇവൻ ചെയ്യുന്ന നോക്ക്. ഇല്ലണ്ണ ഇനി ഞാൻ നല്ല കളിച്ചോളാം അണ്ണാ. എനിവൺ ഗെയിം കോച്ച് ഹോണൊക്കെ അടിച്ചായിരുന്നു വന്നത് ബേസ്മെന്റ് എന്ന് പറഞ്ഞു. കോച്ച് എനിക്ക് പറ്റണില്ല അണ്ണാ വണ്ടി കോച്ച് ഇവിടെ. நான் தான் இருக்கேன். എടാ ബാൻഡേജ് ഉണ്ട്, ഒരു 5 ഡ്രോപ്പ് ചെയ്യൂ, 5 ഡ്രോപ്പ് ചെയ്യൂ, 10 ഡ്രോപ്പ് ചെയ്യൂ കോച്ച്. இல்லி இந்த டேய் நிறுத்துங்கடா. ജാമർ പാക്ക് ഹെൽത്ത് ഇപ്പൊ തീരുവണ്ണ. എടാ നീ അങ്ങോട്ട് ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. സോറി അണ്ണ ഞാൻ W ഞെക്കി പിടിച്ച. സോറി കോച്ച് കേറ്. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പോണ്. நாற்பது பேர் அலைவிடா டேய். തിരിച്ച് ബോധം കെട്ട് വീണ് കേരളത്തിലെ ആദ്യത്തെ ഫുണ്ടാന്ന് തീരാൻ വെച്ച് ബ്രോ. ഇവിടെ ഫ്രണ്ടിലെ കാറ്. അടി അതാ തിരിച്ചെടുക്കാൻ പോണ്. അവൻ ഒറ്റയ്ക്കുള്ളൂ നമ്മുടെ കില്ലാതെ. മാറ് ഞാൻ അടിക്കാം. മാറ്. അണ്ണാടി ഇനി ഞാനടിക്കാം. അവനെ ആരെല്ലാം ഒന്ന് കൊന്നേ, ഒന്ന് ബുള്ളറ്റ് എടുത്തോട്ടെ. இறங்காதடா. இப்ப அவன் டீம்மேட் வந்து அடிக்க போறான். நைஸ். എന്റെ ബുള്ളറ്റും തീർന്നല്ലോ. കോച്ച് പോ. ഇല്ല സേനമില്ല, പോ. ഉണ്ടാടാ. ഇല്ല എന്റെ 5.2 വേണം അണ്ണാ. ഒരു സീക്രട്ട് ബേസ്മെന്റ് ഈ ഗുണം കിട്ടിയേ പറ്റുവാണോ? പോട്ടെ. ഒരു സീക്രട്ട് ബേസ്മെന്റ് കൂടെ കിട്ടിയേ. 50 പേര് മാറി അടിച്ചിട്ട് അവൻ ചത്തില്ല. എന്റെ ബുള്ളറ്റ് ഒന്നും തീർന്നു. എന്റെ ബുള്ളറ്റ് തീർന്നതാ. എന്റെ തീർന്നണ്ണ. ഞാൻ അണ്ണൻ പറഞ്ഞിട്ട് 100 ബുള്ളറ്റൊക്കെ എടുത്ത് ഇപ്പൊ ഇറങ്ങണം. ഇപ്പൊ അവനെ അടിച്ചെന്റെ 100 ബുള്ളറ്റ് തീർന്നു. അണ്ണാ ഒരു സീക്രട്ട് ബേസ്മെന്റ് ഇവിടെ. എടാ ഇനി പോവാൻ പറ്റത്തില്ല കണ്ണാപ്പി. അല്ല ഇനിയുണ്ട് ദേ മിലിറ്ററി ഉണ്ട് ദേ ഇത്. ഇനി പോവാൻ സോൺ നോക്കടാ. ഈ ചെറിയ സോണിൽ സൂപ്പർ ചാറ്റ് മിസ്സായിരുന്നു. ആരുടെ ഗൈസ്, ആരുടെ സൂപ്പർ ചാറ്റ് മിസ്സായത്? ஏய் ஃப்ரண்ட்ல நோக் ஸ்கவுட் பண்றேன் எവിടെ ആളുണ്ട്. ഈ ലെഫ്റ്റ് ബിൽഡിംഗിൽ ആളുണ്ട്. അമ്മ എന്തിനാടാ കൂയത്? ഞാൻ കോച്ച് അടിച്ച WWE പിന്നെ അല്ല. സൗണ്ട് എന്തോ പറ്റി? പോയി ബ്രോ, പോയി ചിരിച്ചലച്ചലച്ച് പോയി. ആ ഫീൽ ഹാർട്ട്. നോ സോറി 32 ലെവൽ ഉള്ളൂ കേട്ടോ. 32. ഐ ആം ഓൾറെഡി റെഡി ഫോർ എവറിത്തിങ്. താങ്ക് യു കോച്ച്. ഇവിടെ മോട്ടോർ വെച്ച് എടാ ഒന്നും. ടോംബ്രോടെ ടോംബ്രോ ചലഞ്ച് എന്താ പറഞ്ഞ ഗൈസ്? എന്താ പറഞ്ഞതെന്ന് പറയാൻ എനിക്ക് കാണിക്കുന്നില്ല. ഗൈസ് എനിക്ക് കാണിക്കുന്നില്ല. ഒന്ന് പറയോ മോഡറേറ്റേഴ്സ് ആരെങ്കിലും ഒന്ന് പറയോ? നമ്മുടെ ഡിന്നർ ആണ് ഇത്. അറിയത്തില്ലടാ, നമ്മള് സോൺ പിടിച്ച് കളിക്കുമല്ലേ. நான் இந்த ஷாக் டவருக்கு போறேன். ഞാൻ വരാം കോച്ചിനോട്. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കളിച്ചോളാം. എന്റെ വായിലെങ്ങാണ് അത് വന്ന് വീണ കണ്ണാപ്പി ഞാൻ
ഉറക്കും. വിട്ട് കേട്ടാ എവിടെ വിട്ടേ? അത് എവിടെ നിന്ന് ഉദിക്കുന്നത് എനിക്കറിയോ. അടി വരുന്ന ആ മോട്ടാർ വിട്ടതിനെ ചാടി വരുന്ന കേട്ടാ. എടാ കണ്ണ നിന്റെ കൈ തരിക്കണ്ടാ. വേണ കളിച്ചിട്ട് വാടാ. கார் எடுத்துட்டு பொறுமையா அப்புறமா வாங்க 2 பேரும். മേളിൽ നേട് കോച്ച്. ഇവിടെ ഈഗിൾ പട് വന്നാ അടിച്ചിട്ട് ഫൈറ്റ് നടക്കുന്നു ഇവിടെ. അടി 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 അപ്പൊ മുടിഞ്ഞോ അടി ഈഗിൾ അടി ഈഗിൾ കീഴ ഇരിക്കാൻ പാർ. നമുക്കൊരു ഓഫ് ആംഗിൾ കൊണ്ട് കുത്തിയാലടാ മേലെ പോയി പുഷ് പண்றேனா. ആ വീട്ടിൽ ആളുണ്ട്. അത് ഓഫ് ആംഗിൾ അല്ല, അത് ഓഫ് ആംഗിൾ ആവും. നിങ്ങളൊന്നും ചെയ്യണ്ട. ഹോൾഡ് ചെയ്യ് പ്ലീസ്. നിങ്ങളൊന്നും ചെയ്യണ്ട. ബിൽഡിംഗ് ഹോൾഡ് ചെയ്യ് പ്ലീസ്. കോച്ച് രണ്ടുപേർക്ക് അവിടെ പീക്കാൻ പറ്റത്തില്ല. ഞാൻ താഴെ പോവാ കോച്ച്. ഓക്കെ നൈസ് വൺ. ഇവിടെ ഗ്രീനില് കൊണ്ടില്ല. മാർക്ക് ചെയ്തേണ്ണ. നീല നീല നീല. വണ്ടി മേലെ എടുത്തിട്ട് വാങ്ങടാ. വണ്ടി മേളിക്കൊണ്ട് മേലെ എടുത്തിട്ടോ നമ്മളും വരട്ടെ. ஈகிள் கீழே ஒரு 4 மேன், அதுக்கு அடுத்தது ப்ளூல ஒரு 4 மேன். അത് ബഗ്ഗ. കോച്ച് എന്ത് ചെയ്യണം? കോച്ച് ബാക്കിലത്തെ കോമ്പൗണ്ടി വന്ന ആള് വന്നിറങ്ങി. தெரியும் 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 அவட ஆள் இருக்கு ஏற்கனவே. வா ஏறு வண்டி ஏறு வண்டி ஏறு வண்டி விடு விடு வண்டி கொடு. ஏறு 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 ஈகிள் എന്റെ അമ്മ, അവ എന്തിനടി അടിച്ചു? ഇതിനകത്ത് ആള് കോച്ച്. അതിനകത്ത് ആളുണ്ട്, ഞാൻ കണ്ട്. വാച്ച് ടവർ. ഇവൻ മനുഷ്യനല്ലേ അവൻ? എന്തടി വന്നത് ഇപ്പൊ? കോച്ച് വാച്ച് ടവറിൽ എനിക്ക് തോന്നുന്നു 1-2 പേരേ ഉള്ളന്ന് കേട്ടോ. ഈ വാച്ച് ടവറല്ല, താഴത്തെ വാച്ച് ടവർ. 2 വാച്ച് ടവറിലൂടെ ആയിട്ട് അവന്മാര് നിക്കുവെന്ന് തോന്നുന്നു. അതെ അതെ 2 വാച്ച് ടവറിലും ആണപ്പോ ഇപ്പടി കൊടുത്തു. കോച്ച് ലെഫ്റ്റിൽ വേറെ അടി. എന്റെ സ്മോക്കും ഇല്ല. എന്നെ ഫസ്റ്റ് വെക്കണേ. ഞാൻ ചാവും അണ്ണാ. ஈகிள் அவனை பொக்க போடுற சீக்கிரமா. അവനൊരു ബോഡി ഷോട്ട് ആണ്, അതുകൊണ്ട് ഓടിയവൻ. பின்னாடி கிளியர் பண்ணிட்டா only us. കോച്ച് അവിടെ ആളുണ്ട്. എവിടെ ഉണ്ടെന്ന് தெரியலையே. കോച്ച് ഈ മരത്തിന്റെ ബാക്കിൽ ഒരുത്തനുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. മരം നോക്കണേ കോച്ച്. ஓகே ஓகே ஹைட் yourself கரெக்ட்டா. அமர்தா ஜோனுக்கு வரணும். ஜோன் நீ பிரஷர் ஆக்கிக்காத, நாக் ஆகாத. രണ്ടുപേര് വരുന്നേ. കഴിഞ്ഞു. கார் எடுத்துட்டு போறோம். நைஸ் ஷாட் ஈகிள். അത് ഷോട്ട്. சரி நெக்ஸ்ட் கேம் முடியல. കോച്ച് എന്റെ 85 ബുള്ളറ്റേ ഉള്ളൂ. ഈ മരത്തില് ആ മരം അല്ല, കല്ലിന്റെ ബാക്കിലുണ്ട്. ഞാൻ മാർക്ക് ചെയ്തേക്കണമെങ്കിൽ എല്ലാ മാർക്ക്. ഇവിടെ ആളുണ്ട്. We clear them.
ഇതെവിടുന്ന അടിക്കുന്നേ? കുറച്ച് ബുള്ളറ്റ് കിട്ടിയ കൊള്ളായിരുന്നേ. എനിക്ക് 76 ഉള്ളു. 6 ആണാ ബോയ്. ஏய் லூட் பண்றதுக்கு யோசிக்காத. ലൂട്ടല്ല വെച്ച് നമ്മളിവിടെ കവർ എടുത്തേക്കുക. ഇവിടെ ഫ്രണ്ടിലോട്ട് 2 പേര് പോയേ. Let's go. അത്രേ ഉള്ളൂ, Foreman alive dinner. ഏതാ? അത്രേ ഉള്ളൂ. പൊന്നോ അത്ര ഉള്ളടാ. ബോബോയ് കണ്ണാപ്പി കിടിലം കളിയാടാ. ലെറ്റ്സ് ഗോ. അയ്യോ ഹലോ കേക്കാമോ? കേക്കാം കേക്കാം കേക്കാം. സ്ട്രീം ചെയ്ത് വന്നില്ല. റാൻഡാ ഡ്യൂട്ടിയാണ് സത്യമായിട്ട്. നീ എങ്ങനെ അറിഞ്ഞു ഞങ്ങളത് ഞങ്ങളത് പറഞ്ഞത്? നീ എങ്ങനെ അറിഞ്ഞു? നമ്മളിപ്പോ സ്ട്രീം നോക്കി, നമ്മള് ചത്തപ്പോ സ്ട്രീം നോക്കി. ലാസ്റ്റ് മാനാണ്, ലാസ്റ്റ് മാനാണ്. അതെ അതെ അതെ, നീ കണ്ണെടുത്ത് കണ്ണെടുത്ത് കണ്ണ്. ഞങ്ങള് രണ്ടുപേരല്ലോ ഡ്യൂ ഉള്ളു. വേണ്ട വേണ്ട, ഓക്കെ വേഗം പറ. ഇല്ലില്ല, നീ എടുത്ത് എടുത്ത് സീനില്ല 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 സീനില്ല. ഞാൻ പോണേ ഞാൻ പോണേ. ഞങ്ങളത് ബുക്ക് കോച്ച്. அவன் லாஸ்ட் மேனா? അവൻ ആ ടീമിൽ അവർ രണ്ടുപേരും ഉള്ളായിരുന്നു. അവർ ലാസ്റ്റ് ரைட் டாப்ல யாரோ வந்து. അവിടെ വേറെ ആവും. തോന്നണ കേട്ടാ, ഉണ്ടാ? വേറെ ടീം ഉണ്ടായിരുന്നു. ഓക്കെ 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 ഓക്കെ. ആ ഉണ്ടെന്ന് തോന്നണം. എന്നെ കൊല്ലോ? കൊല്ലണോ? പിടിച്ചാൻ കൊന്നുകള കൊന്നുകള. അങ്ങനെയാണെങ്കിൽ ആ മരത്തിന്റെ അവിടെ പോയി പീക്ക് ചെയ്യും. ഞാൻ മോണ്ടേജിൽ ആഡ് ചെയ്യാം അടിച്ചിട്ട്. ഓക്കെ ഓക്കെ. நான் போய் ரீகால் பண்றேன்டா. ഓക്കെ ഓക്കെ. ஏய் 2 பேர் இருந்தாங்களேடா. ചത്തുന്ന കരിങ്കാളിയല്ലേ. Editors, not the shot.